ഹരേ കൃഷ്ണ, ഹരേ നാരായണ. എൻ്റെ പ്രിയപ്പെട്ട തിരുമധുരത്തിലെ വൃന്ദാവനവാസികളെ, ഞാൻ സംഗീതയാണേ. ഉച്ചയ്ക്ക് വരുന്ന സംഗീത. അറിയാത്തവർക്ക് പറഞ്ഞതാണ്, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമെന്നറിയാം. എന്നാലും ഞാനും നമ്മുടെ തിരുമധുരം ഒരു വർഷത്തിലെത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു അഭിനന്ദനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നത് നമ്മുടെ സർലാമ്മയ്ക്കാണ്. കാരണം തിരുമധുരത്തിന് ഇത്രയും ആപ്റ്റായ നല്ലൊരു പേര് കണ്ടുവച്ചത് ആ അമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ നന്ദി. ഭഗവാനോടും നന്ദി. കാരണം അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു പേര് തോന്നിച്ചല്ലോ, അതിന് ഭഗവാനോടും നന്ദി പറയുന്നു. കാരണം അത്രയും യോജിച്ചതാണ് ഈ പേര്. പിന്നെ അഡ്മിൻ പാനലിരിക്കുന്ന എല്ലാവരോടും, എസ്പെഷ്യലി ശ്രീകാന്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശ ഉദിച്ചത് കൊണ്ടാണല്ലോ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനും കൂട്ടുകൂടാനും പാട്ടുപാടാനും കൊച്ചു വർത്തമാനം പറയാനും എന്തെങ്കിലും ഒരു ഇത്തിരി വിഷമം മനസ്സിലുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ ഗ്രൂപ്പിൽ സ്പെൻഡ് ചെയ്താൽ എല്ലാവരുടെയും വിഷമം അപ്പടെ മാറി അല്ലേ. നമുക്കെല്ലാവർക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ലേ അത് അല്ലേ. പിന്നെ എത്രയോ ദൂരത്ത് നിന്ന് നമ്മളോട് വർത്തമാനം പറയുകയും കൂട്ടുകൂടി ഒരിക്കൽ ശബ്ദം മാത്രമേ എല്ലാവരോടും കേട്ടിട്ടുള്ളൂ. പക്ഷെ എന്നാലും എത്രയോ ജന്മാന്തര പുണ്യങ്ങളുള്ള പോലെ തോന്നുന്നു. കാരണം വൃന്ദാവനത്തിൽ അമ്പാടിയിൽ എന്ന പോലെ നമുക്കിങ്ങനെ തോന്നുന്നല്ലേ അല്ലേ. അതിന് ഭഗവാനോട് ഞാൻ എത്രയോ പ്രാവശ്യം മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ എന്നെയും അംഗമാക്കാൻ സാധിച്ചതിൽ എന്തോ ഒരു മുൻജന്മ പുണ്യം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം, ഒത്തിരി സ്നേഹം മാത്രം. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഈ ഗ്രൂപ്പ് എന്നും ഇതുപോലെ ഉയരങ്ങളെത്തട്ടെ. കാരണം എല്ലാവർക്കും ഒരു അസുഖം വരുമ്പോൾ പ്രാർത്ഥിക്കുകയും ഈ അസുഖം മാറി എന്ന് പറയുമ്പോഴുള്ളൊരു ആശ്വാസം, പിന്നെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതിലും ഓരോരുത്തർ അതൊക്കെ മാറി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സിന് സന്തോഷം, നമ്മുടെ കൂട്ടപ്രാർത്ഥനയുടെ ഒരു ഫലം, അതെത്ര സന്തോഷമുള്ളതാണ്. അതിന് ദൈവത്തിനോട്, ഗുരുവായൂരപ്പനോട് വീണ്ടും നന്ദി പറയുകയാണ്. ഇനിയും ഈ ഗ്രൂപ്പ് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഇതുപോലൊരു ഗ്രൂപ്പ് എവിടെയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് എല്ലാവരോടും സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം.